ഒട്ടകങ്ങൾ മരുഭൂമിയിലെ കപ്പലെന്നറിയപ്പെടുന്ന ജീവികളാണ്. മണൽപ്പരപ്പിലൂടെ ചൂടും വരണ്ട കാറ്റും വകവയ്ക്കാതെ മുതുകിൽ ഭാരമുള്ള വസ്തുക്കൾ പേറി നടന്നകലുന്ന ഒട്ടകങ്ങൾ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒട്ടകങ്ങൾ പലവിധമുണ്ടെങ്കിലും കൂട്ടത്തിൽ ശരീരഭംഗി കൊണ്ടും വ്യത്യസ്തത കൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ബാക്ട്രിയൻ ഒട്ടകങ്ങൾ. മറ്റൊരു പ്രത്യേകത ഡോഡോ പക്ഷികളെ പോലെയും ദിനോസറുകളെ പോലെയുമൊക്കെ നാളെ ഇല്ലാതായേക്കുന്ന ഒരു വിഭാഗമാണ് ബാക്ട്രിയൻ ഒട്ടകങ്ങൾ എന്നാണ് പറയുന്നത്. മംഗോളിയൻ ഒട്ടകം എന്നും അറിയപ്പെടുന്ന ബാക്ട്രിയൻ ഒട്ടകങ്ങൾ മധ്യേഷ്യയിലെ വിവിധ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. വീടുകളിൽ ആവശ്യങ്ങൾക്കായി ഇണക്കി വളർത്തുന്ന ഇവയ്ക്ക് സാധാരണ ഒട്ടകളിൽ നിന്നും വ്യത്യസ്തമായി ശരീരത്തിൽ 2 ഹബ്ബുകളാണുള്ളത്. പുരാതന ചരിത്ര പ്രദേശമായ ബാക്ട്രിയയിൽ നിന്നാണ് ബാക്ട്രിയൻ ഒട്ടകങ്ങളുടെ വരവെന്നാണ് കരുതപ്പെടുന്നത്. ഏറെ തണുത്ത കാലാവസ്ഥയിലും എത്ര ഉയരമുള്ള പ്രദേശങ്ങളിലും സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ് മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒട്ടകങ്ങളിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നത്. ഇത്തരം ഒട്ടകങ്ങൾ 18-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ സജീവ സാന്നിധ്യമായിരുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. കാട്ട് ബാക്ട്രിയൻ നാട്ടു ബാക്ട്രിയൻ ഒട്ടകവും വംശനാശം സംഭവിച്ച ഭീമൻ ഒട്ടക ഇനവുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. 160 മുതൽ 180 സെന്റിമീറ്റർ വരെ തോൾഭാഗ ഉയരവും 230 മുതൽ 250 സെന്റിമീറ്റർ വരെ മൊത്തത്തിലുള്ള ഉയരവുമുള്ള ജീവികളാണ് ബാക്ട്രിയൻ ഒട്ടകങ്ങൾ. വാൽ നീളം 35 മുതൽ 55 സെന്റിമീറ്റർ വരെയാണുള്ളത്. 1000 കിലോഗ്രാം വരെ ശരീരഭാരം ഇവയ്ക്കുണ്ട്. ശരീരത്തിൽ കമ്പിളിക്കോട്ട് പോലെ വ്യാപിച്ചു കിടക്കുന്ന രോമകുപ്പായം ഇവയുടെ പ്രത്യേകതയാണ്. പർവ്വതനിരകൾ മുതൽ പരന്ന പുൽമേടുകൾ, വരണ്ട മരുഭൂമികൾ എന്നിവിടങ്ങളിലെല്ലാം യാത്രയ്ക്കും ചരക്ക് കൊണ്ടുപോകുന്നതിനുമായി ഇവയെ ഉപയോഗിക്കാറുണ്ട്. ചൈനയിലും മംഗോളിയയിലുമായി ഏകദേശം 1000-ൽ താഴെ ബാക്ട്രിയൻ ഒട്ടകങ്ങൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഒരു കാലത്ത് ഗോബി മരുഭൂമി പ്രദേശത്ത് ഇവയെ ധാരാളമായി കണ്ടിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.